Hi all, this is Abhay from Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കാർബോക്സിലിക് ആസിഡ് വിച്ച് ഗീവ് പോസിറ്റീവ് ടോളറൻസ് ടെസ്റ്റ് തരുന്ന പോസിറ്റീവ് ടെസ്റ്റ് തരുന്ന ഏക കാർബോക്സിലിക് ആസിഡ് ഏതാണ്? ഇപ്പോൾ കുറച്ച് കാർബോക്സിലിക് ആസിഡ് അവർ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അതിൽ ഫോമിക് ആസിഡ് ഉണ്ട്, അസറ്റിക് ആസിഡ് ഉണ്ട്, ഓക്സാലിക് ആസിഡ് ഉണ്ട്, താരിക് ആസിഡ് ഉണ്ട്. നമ്മൾ ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് കാണാം ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, ഇതൊരു ആസിഡ് ഗ്രൂപ്പാണ്. ആസിഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഒരു ആസിഡ് ആണ് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാനുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്തൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പും കാണാം. പക്ഷെ ഇവിടെ നമുക്കൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാണാൻ പറ്റത്തില്ല. ഈ അസറ്റിക് ആസിഡ് അഥവാ എത്തനോയിക് ആസിഡിന്റെ അകത്ത് നമുക്ക് എന്ത് കാണാനാവില്ല? ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാണാനാവില്ല. ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ് ടെസ്റ്റ് തരുന്നത് ഏത് കോമ്പൗണ്ടിലാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പിലാണ്. എല്ലാ ആൽഡിഹൈഡ് ഗ്രൂപ്പും ടോളറൻസ് ടെസ്റ്റ് പോസിറ്റീവ്. ഇത് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് Ag കിട്ടും, സിൽവർ മിറർ കിട്ടും, കാർബോക്സിലേറ്റ് ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എന്താക്കും? ഓക്സിഡൈസ് ചെയ്തിട്ട് ഒരു സിൽവർ മിറർ കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ, അങ്ങനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ എന്താണ്? ഫോമിക് ആസിഡ് ആണ്. ഒരേ ഒരു കാർബോക്സിലിക് ആസിഡ് ആണ് ഫോമിക് ആസിഡ്. അത് ടോളറൻസ് ടെസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ടെസ്റ്റ് നമുക്ക് തരും, ബാക്കിയൊക്കെ നമുക്ക് തരുന്നത് ഒരു നെഗറ്റീവ് ടെസ്റ്റാണ്. അടുത്തൊരു പ്രോബ്ലം ആണ്. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5.6 gram of glucose per 1000 gram of water would boil at 1.013 bar. അതിന്റെ KB ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം? കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. നമുക്ക് ഡെൽറ്റ ടി ബി നമുക്ക് എന്താക്കണം? നമുക്ക് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാനാവുള്ളൂ? ടെമ്പറേച്ചർ ഓഫ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ KB നമുക്ക് ഓൾറെഡി ഉണ്ട്, M ഇല്ല. അപ്പൊ M എന്ന് പറഞ്ഞാൽ NB, നമ്പർ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോ ഇതിൽ NB നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് സോൾവെന്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ NB എന്ന് പറയുന്നത് എത്രയാണ്? 5.6 ഡിവൈഡഡ് ബൈ 180. ഗ്ലൂക്കോസിന്റെ ആണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് C6H12O6 ആണ്. ഇതിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. അപ്പോൾ 5.6 ഡിവൈഡഡ് ബൈ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏകദേശം 0.03111 മോൾ കിട്ടും നമുക്ക്. അപ്പൊ NB നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൊളാരിറ്റി കണ്ടുപിടിക്കാം. മൊളാരിറ്റിന്റെ അകത്ത് NB നമ്മൾ എന്താക്കിയാൽ മതി? മൊളാരിറ്റിന്റെ അകത്തേക്ക് നമ്മൾ NB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 0.03111 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ ഇത് എത്രയാണ്? 100 gram ആണ്. അപ്പൊ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എത്ര വരിക? 1 kilogram എന്ന് കൊടുക്കുക. അപ്പോൾ മോൾ ഉണ്ടാവും. അപ്പോൾ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 0.03111 മോൾ പെർ കിലോഗ്രാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യും? മൊളാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കാം. കാരണം KB ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. 0.52 ഇൻറ്റു ഈ യൂണിറ്റ് നമുക്ക് എഴുതിയിട്ട് നമുക്ക് എന്താക്കാം? കണ്ടുപിടിക്കണം. കിലോഗ്രാം പെർ മോൾ ഇൻറ്റു 0.03111 മോൾ പെർ കിലോഗ്രാം. ഇതിൽ കിലോഗ്രാമും ക്യാൻസൽ ആയിപ്പോ, മോളും ക്യാൻസൽ ആയിപ്പോ. 0.52 ഇൻറ്റു 0.3111 കെൽവിൻ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? 0.0167 കെൽവിൻ. അപ്പൊ ഡെൽറ്റ ടി ബി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാവും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 373.15 എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമ്മൾ മാറ്റുന്ന സമയത്ത് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എത്രയാവും? 373.1615 പ്ലസ് 0.0167. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 373.166 കെൽവിൻ. ഇതിന്റെ അടുത്ത് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ 4 ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഡെൽറ്റ ടി ബി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ KB ഇൻറ്റു M. ഇതിൽ നമ്മൾ എന്താക്കും? നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കണം. മൊളാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ
മാസ് ഓഫ് സോൾവെന്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. NB കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാനാവും? മൊളാരിറ്റി കണ്ടുപിടിക്കാനാവും. മൊളാരിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാം? നമുക്ക് ഡെൽറ്റ TB കണ്ടുപിടിക്കാനാവും. ഡെൽറ്റ TB കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ സൊല്യൂഷന്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാവും. അപ്പോൾ സൊല്യൂഷന്റെ ടെമ്പറേച്ചർ 373.16 കെൽവിൻ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം? കണ്ടുപിടിക്കാനാവും. നെക്സ്റ്റ് ആണ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു ലിസ്റ്റ് 1 ഉണ്ട്, ലിസ്റ്റ് 2 ഉണ്ട്. Decomposition of H2O2. Decomposition of H2 in the presence of Hg and saline. Hydrolysis of ester by alkali. Hydrolysis of ester in excess of acid. ഈ പ്രോസസ്സിന്റെ പേരാണ് സാപ്പോണിഫിക്കേഷൻ. നിങ്ങൾക്കറിയാം, എസ്റ്റർ വാട്ടറുമായിട്ട് ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആസിഡ് പ്ലസ് ആൽക്കഹോൾ. ഈ ഒരു പ്രോസസ്സ് നേരെ റിവേഴ്സ് ചെയ്യുമ്പോൾ ആസിഡും ആൽക്കഹോളും നമ്മൾ റിയാക്ട് ചെയ്തിട്ട് എക്സ്റ്ററും വാട്ടറും കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസ്റ്ററിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷൻ എന്താണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഇൻ ആസിഡ് എന്താണ്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഡീകമ്പോസിഷൻ ഓഫ് H2O2 ഏതാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു പ്രോസസ് H2O2 ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A3 വരുന്ന ഏതാണ്? A3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതേപോലെ തന്നെ D2 വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഇതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ്. A3, B4, C1, D2. നമുക്ക് ചിലപ്പോൾ എല്ലാ ഓപ്ഷന്റെ ഉത്തരവും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ചില സാധനങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം എന്താവും? ക്ലിയർ ആവും. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് H2O2 എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നും പിന്നെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ് സാപ്പോണിഫിക്കേഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന്റെ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ 2 ആണ് ഇതിന്റെ ആൻസർ. Among the following in the decreasing order of their magnetic moment value. നമുക്ക് മാഗ്നറ്റിക് മൂവ്മെന്റ് വാല്യൂ നമുക്ക് എന്താക്കണം? കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ ഡിക്രീസിങ് ഓർഡറിലാണ്. അപ്പം സ്കാൻഡിയത്തിന്റെ അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്, വനേഡിയത്തിന്റെ 3 ആണ്, മാഗ്നീസിന്റേത് 5 ആണ്, അയണിന്റെ 4 ആണ്, നിക്കലിന്റെ 2 ആണ്. അപ്പോൾ ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് നിങ്ങൾക്കറിയാം നമ്മൾ എങ്ങനെയാണ്? √n/n+2 ആണ്. അപ്പോൾ അൺപെയർഡിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് മൂവ്മെന്റ് വാല്യൂ കൂടും. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏതിനുണ്ടാവുക? മാഗ്നീസിനാണ്. അപ്പൊ C വരുന്ന ഓപ്ഷൻ 3 ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? D ആണ്. അപ്പൊ D വരുന്ന ഓപ്ഷൻ എന്തുണ്ട്? 1ഉം 4ഉം D വരുന്ന ഓപ്ഷൻ തന്നെയാണ്. അടുത്ത B ആണ്. അപ്പൊ B വരുന്ന ഓപ്ഷൻ ആണ് CDB. അപ്പൊ CDB. അപ്പൊ നമുക്ക് ഏതാണെന്ന് നമുക്ക് സംശയം ഉണ്ടാവും. പക്ഷെ Aയിൽ എത്ര അൺപെയർഡ് ഉള്ളൂ? 1 ഉള്ളൂ. ഇതിൽ എത്ര ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ ഇതിന്റെ എന്ന് പറയുന്നത് വാല്യൂ എത്രയാ? 2 into 2+2 എന്ന് വെച്ചാൽ 2+2 4. അപ്പൊ നമുക്ക് എത്ര കിട്ടും? √8 കിട്ടും. ഏകദേശം 2.87 കിട്ടും. ഫസ്റ്റത്തെ എത്ര കിട്ടുക? 1 into 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ √3, ഏകദേശം 1.73. അപ്പം ബോർ മാഗ്നറ്റോൺ ആണ് ഇതിന്റെ യൂണിറ്റ്. അപ്പോൾ ഏറ്റവും കുറവ് ഏതിനാ? A ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ 4. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. CuSO4 NH3 twice Br2. CuNH3 twice Br2 SO4. ഇത് രണ്ടിന്റെയും ഫോം ഈ രണ്ട് സ്ട്രക്ചറിന്റെയും ഈ കോമ്പൗണ്ടിന്റെ രണ്ടിന്റെയും സ്ട്രക്ചർ നമ്മൾ വരക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ? ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രക്ചറൽ ഐസോമറിസം. ഈ സ്ട്രക്ചറൽ ഐസോമറിസം തന്നെ എന്താണ്ട് 4 രീതിയിലുണ്ട്. അതിലൊന്നാണ് കോർഡിനേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, ജിയോമെട്രി. പിന്നെ ജിയോമെട്രിക്കലി ഇതിൽ പെടുന്നില്ല അയണൈസേഷൻ ഐസോമറിസം. ജിയോമെട്രിക്കല് സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ അകത്താണ് പെടുന്നത്. അപ്പൊ കോർഡിനേഷനും ലിങ്കേജും അയണൈസേഷന്റെ അകത്ത് നമ്മൾ ഈ സാധനം ഡിസോൾവ് ചെയ്യുമ്പോൾ ഇതിലെന്താണ്? ഈ SO4 ആണ് എന്താകുന്നത്? അയണൈസ് ചെയ്ത് പോകുന്നത്. SO4 2 അയണിന്റെ അയണൈസ്. ഇതിൽ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? Br- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അയേൺസ് ആണ് എന്താകുന്നത്? നമുക്ക് പുറത്ത് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലിഗാൻസ് ഒരിക്കലും എന്താവൂല? നമ്മളിരുന്ന് വിട്ടുപോകില്ല. അയേൺസ് മറിച്ച് എന്താവും? അത് സോലിബിൾ ആയിട്ട് പുറത്തേക്ക് പോകും, അയണൈസ് ചെയ്തിട്ട് പോകും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അയണൈസേഷൻ സ്പിയർ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? അയണൈസേഷൻ ഐസോമർ എന്ന് വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇതിൽ സീരിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 58 ആണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് 57 ആണ്. പക്ഷെ സീരിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 57 ആണ്. നമുക്ക് എടുക്കാം. സിനോൺ എന്ന് പറയുന്നത് എത്രയാണ്? 54 ആണ്. പിന്നെ അടുത്ത ഇത് വരുന്നത് 6s5d4f ആണ്. 4f
6s രണ്ടും ഡിയിൽ ഒന്നും എഫിൽ ഒന്നും ആണ് വരുന്നത്. അപ്പോൾ 6s2 രണ്ടിലുണ്ട്, D2 D2 ഇവിടെ 6s2 മൂന്നിലുണ്ട്, D2 D0 D1 ആണ് വരിക. പിന്നെ ഉള്ളത് F1. അപ്പോൾ ഓപ്ഷൻ എന്താ വരുന്നത്? ഇതാണ് വരുന്നത്. 54 2 56 57 58. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 6s2 4f1 D. നമുക്ക് ഇങ്ങനെ എഴുതാം, 4f1 5d1 6s2. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് 3 ഓർബിറ്റൽസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടത്. 4f ഉം 5d ഉം 6s ഉം ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. തെറ്റിപ്പോയത് 57 അല്ല, 58 ആണ് സാധനം. ഇനി വാട്ട് വിൽ ബി ദ IUPAC? നമ്മളെ ഒരു ക്വസ്റ്റ്യന്റെ IUPAC എന്താണ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. IUPAC നെയിം നമുക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് ഓർമ്മിക്കണം, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആൽഡിഹൈഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7. ഐതർ ഇതിനോ എന്താക്കാം, നമുക്ക് 8 കൊടുക്കാം. അപ്പോ ഏതൊക്കെ പിന്നെ ബ്രാഞ്ചിന് 3ന്റെ മുകളിലും 7ന്റെ മുകളിലും എന്തുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 3ന്റെ മുകളിലും 7ന്റെ മുകളിലും ഡൈമീഥൈൽ എന്ന് വരും. അപ്പൊ 3,7 ഡൈമീഥൈൽ അത് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. എങ്കിൽ നമുക്ക് ബാക്കിയും കൂടി നോക്കാം. 7 ഡൈമീഥൈൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉള്ളത്. ഒക്ട് രണ്ടാമത്തെ മുകളിലും ഡബിൾ ബോണ്ട്, ആറാമത്തെ മുകളിലും ഡബിൾ ബോണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാം? 2,6 ഡൈ ഈനാൾ. ആൽഡിഹൈഡ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഡൈ ഈനാൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് പ്രൊഡക്റ്റ് ഫോംഡ് ഡ്യൂറിംഗ് ദ ഓക്സിഡൈസിംഗ് റിയാക്ഷൻ ഓഫ് പെർമാഗ്നേറ്റ് അയൺ വിത്ത് സൾഫേറ്റ് അയൺ ഇൻ ആസിഡിക് മീഡിയം. അപ്പോൾ പെർമാഗ്നേറ്റ് അയണും സൾഫേറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ടത്. MnO4 മൈനസ് റിയാക്ട് വിത്ത് SO4 മൈനസ് ഗീവ്സ് Mn2 പ്ലസ് പ്ലസ് SO4 മൈനസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ MnO4 എന്ന് പറയുന്നതിന്റെ ഓക്സിഡൈസിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്, ഇത് +2 ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് റെഡ്യൂസിങ് ആണ്. ഇതെന്തായിരിക്കും? അപ്പോ ഓക്സിഡൈസിങ്. അപ്പൊ MnO4 മൈനസ് ഇപ്പൊ എത്രയാണ് കുറവ്? 5 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടാണ് ഇതെന്താകുന്നത്? Mn2 പ്ലസ് ആകുന്നത്. SO32 മൈനസിന്റെ അകത്ത് സൾഫറിന്റെ ചാർജ് എന്ന് പറയുന്നത് +6 ആണ്, ഇത് +8 ആണ്. അപ്പൊ 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ എന്താക്കണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5 MnO4 plus 10 electrons gives 2 Mn2 plus. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 SO32 minus gives HSO4 minus plus 10 electrons. 2 electrons തമ്മിൽ ബാലൻസ് എല്ലാം ആയി. 2 ഇലക്ട്രോൺസിന് നമുക്ക് എന്താക്കാം? കട്ട് ചെയ്യാം. നമ്മൾ ഇത് രണ്ടും ആനോഡും കാത്തോടും നമ്മൾ എഴുതി കഴിഞ്ഞാൽ MnO4 plus 5 SO32 minus gives 2 Mn2 plus plus HSO4 minus. ഈ HSO4 മൈനസിന് നമുക്ക് എന്താക്കാം? SO4 മൈനസ് എഴുതാം. SO4 മൈനസ് എന്നും നമുക്ക് എഴുതാം. ഇവിടെ എഴുതുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയുണ്ട്? 2 Mn2 പ്ലസ് ഉണ്ട്, MnO2 ഉണ്ട്. MnO2 അല്ല, 5 SO4 മൈനസ്. നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തുണ്ട്? 5 ഇവിടെ ഈ സൈഡ് ഇവിടെയും നമ്മൾ എന്താക്കാണ്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് 5 SO4 വരുന്നത്. 5 SO4 മൈനസും വരുന്നുണ്ട്, 2 Mn2 പ്ലസ് വരുന്നുണ്ട്. ഇനി രണ്ട് സൈഡിലും നമ്മൾ എന്താക്കണം? ഓക്സിജൻ ബാലൻസ് ആണോ നോക്കണം. ഇവിടെ 20, ഇവിടെ 15 ആണുള്ളത്. 20ഉം 5ഉം 35 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജനേ ഉള്ളൂ? ഇവിടെ 20 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താക്കണം? നമ്മൾ എവിടെയാണോ ഓക്സിജൻ കുറവുള്ളത് അവിടെ നമ്മൾ എന്താക്കണം? H2 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓക്സിജൻ കൂടുതലാണ്, അപ്പൊ ഇവിടെ നമ്മൾ എന്താക്കണം? ഓക്സിജൻ കുറവാണ്, അപ്പൊ നമ്മൾ എന്താക്കണം? H2 വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യണം. എത്ര H2 ആഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 H2 നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ 20 ഉള്ളൂ, ഇവിടെ 35 ഉണ്ട്. അപ്പൊ നമ്മൾ 15 H2 ആഡ് ചെയ്യണം. പ്ലസ് അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നമ്മളെ ഇവിടെ 30 H കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കണം? 30 H പ്ലസ് നമ്മൾ എന്താക്കണം?
കൊടുക്കണം. അപ്പോൾ നമ്മളെ ഇവിടുത്തെ പ്രൊഡക്റ്റിൽ നമുക്ക് എന്ത് കിട്ടി? H2O കിട്ടും. നമുക്ക് പ്രൊഡക്റ്റിൽ എന്ത് കിട്ടി? നമുക്ക് H2O കിട്ടി. അപ്പോൾ ആൻസറിൻ്റെ അകത്ത് H2O Mn2 plus 5SO4. ഓപ്ഷൻ ബി, സി ആൻഡ് ഇ. ഓപ്ഷൻ ബി, സി ആൻഡ് ഇ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് സാധനം. MnO4 plus SO32 minus gives Mn2 plus HSO4. HSO4 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം? SO4 2- എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് MnO4 റെഡ്യൂസ് ആണ് ചെയ്യുന്നത് 5 ഇലക്ട്രോൺ, SO4 2- ഓക്സിഡൈസ് ആണ് ചെയ്യുന്നത് 2 ഇലക്ട്രോൺസ് വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്താക്കാണ്? മൾട്ടിപ്ലൈ ആണ്. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ 2 കൊണ്ടും ഇതിനെ 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ മാറും. പിന്നീട് നമ്മൾ ഇക്വേഷനെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറോൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഏതൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ Mn2 പ്ലസും SO4 2- H2O. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ വരുന്നത്. ഓപ്ഷൻ 3 ആണ് നമ്മൾ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി കൂളം പെർ മോൾ ആർ റിക്വയർഡ് ടു കൺവേർട്ട് 1 മോൾ ഓഫ് MnO4 to Mn2 പ്ലസ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. MnO4 നിന്ന് Mn2 പ്ലസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എത്രയാണ്? 5 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ 5 ഇലക്ട്രോണിനെ നമ്മൾ എന്താക്കിയാൽ മതി? 96500 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 32 48. അപ്പൊ നമുക്ക് 42482 500. അപ്പോൾ ഓപ്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനോ. ഓപ്ഷൻ ഡി ആണ്, മീൻസ് ഓപ്ഷൻ 4 ആണ് നമ്മളെ ഓപ്ഷൻ 482500. എത്ര ഇലക്ട്രോൺസ് ആണ്? ആ ഇലക്ട്രോൺ ഇൻറ്റു നമ്മൾ എന്താക്കിയാണ്? ഫാരഡേ ആയിട്ട് 1 ഫാരഡ് എന്താണെന്ന് ക്വസ്റ്റ്യൻ അകത്ത് ഫാരഡേ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഉത്തരം. അതിന് എന്താണ്? അതാണ് കൂളം പെർ മോൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ZnS, AgCl, AgBr and AgA show which of the following defect. അപ്പോൾ ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടാവുള്ളൂ, ഷോർട്ട് കീ ആണോ ഫ്രങ്കൽ ആണോ? അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺ ആൻഡ് കാറ്റോൺ. എന്താണ്? ഒരു ആനയോണും കാറ്റോണും. ഇപ്പൊ ഒരു NaCl പോലത്തെ അകത്തുനിന്നാണ് ഒരു Na-യും ഒരു Na+ Cl- പോകും. അപ്പൊ അതിന്റെ സോഷ്യോമെട്രിക് ഒന്നും ഒരു പ്രശ്നവും വരില്ല. പക്ഷെ ഫ്രങ്കൽ എന്ന് പറയുന്നത് എന്താണ്? ഫ്രങ്കലിന്റെ അകത്ത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എടുത്തു. ഇതിൽ ഒരുപാട് എടുത്തിൽ എന്തുണ്ട്? പിന്നെ പൊസിഷനിലെല്ലാം നമ്മളെ ആനയോണും കാറ്റോണും നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു ഒരു കാറ്റോണ് അതിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ നിൽക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ആനയോണിനകത്തും കാറ്റോൺ സ്മോൾ ആണെങ്കിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ZnS, AgCl ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഫ്രങ്കലിന്റെ എക്സാമ്പിൾ ആണ്. ഒരു ലാറ്റിസ് പോയിന്റിൽ നിന്നും അതിന്റെ ഇൻഡസ്ട്രീഷ്യൽ പോയിന്റിലേക്ക് പോയിട്ട് നിൽക്കുന്നത്. മീൻസ് അതിന്റെ ആനയോണ് ഇതിൽ പോസിബിൾ ആവില്ല. ആനയോണിന്റെ സൈസ് സ്മോൾ ആയാൽ ഇത് നടക്കൂല. കാറ്റോണിന്റെ സൈസ് ആനയോണിനേക്കാളും സ്മോൾ ആകുന്ന സമയത്ത് എന്താണ്? ഇതിന്റെ ഒരു കാറ്റോണ് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ പോയി നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ZnS, AgCl, AgBr, AgA ഇതൊക്കെ ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റും മെറ്റൽ എക്സസ് ഡിഫക്റ്റും രണ്ടും നോൺ സോഷ്യോമെട്രി എഫക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട. ഷോർട്ട് കീയും ഫ്രങ്കലും എന്താണ്? സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്.